വയനാട്ടിലെ ചുരത്തിൽ നിന്നുള്ള ദൃശ്യമാണ് ഈ കാണുന്നത്. ഒരു മനുഷ്യൻ വളരെ നേരമായി റോഡിൽ ആക്സിഡന്റ് ആയി കിടക്കുകയാണ്. ഏതു വാഹനമാണ് ഇടിച്ചതെന്ന് അറിയുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇയാൾ ബോധമില്ലാതെയാണോ വീണത്, അതോ വീണിട്ട് ബോധം പോയി വന്നതാണോ എന്ന് ഇവിടെ ആർക്കും മനസ്സിലാക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഒരു സംശയം, കോഴി വേസ്റ്റുമായി ഇതുവഴി പോയ ലോറിയിൽ നിന്ന് ഗന്ധം അടിച്ചതാണോ? എന്തായാലും ഇന്ന് രാത്രി 9:30 നമ്മൾ തമ്മിൽ കാണുക. ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്നും ക്യാമറമാൻ ഡേവിഡിനോടൊപ്പം ആൻവിയ സജി. അയ്യോ അയ്യോ അയ്യോ, ദേ കിടക്കുന്ന ഒരു അപകടത്തിൽപ്പെട്ടവൻ. പാവ മനുഷ്യൻ. ഓ, ഇതാ നമ്മുടെ നാട്. ചുമ്മാതെ കിടക്കുക. വെറും നാടപാടി, വെറും നാടകം. ജോലിയൊന്നും ചെയ്യാതെ കാശുണ്ടാക്കാനുള്ള പരിപാടിയാണ്. വെറും വായ്പയും. നീ കൊണ്ടുപോവാ. പപ്പ, എനിക്കൊരു KFC വേണം. ഇവിടെ കയറി ഇരുന്നാൽ ഇച്ചിരി തണുപ്പ് കിട്ടും. എന്ത് ചൂട് ഇവിടെ. ഓട ചേർക്കാം. ഈ ഓണങ്ങരാമൂലയില്ല KFC. നീ കിടന്ന് വഴക്കൂടാതെ കുവൈറ്റിൽ ചെന്നിട്ട് ഞാൻ വാങ്ങിച്ചു തരാം. ഒന്ന് നിർത്തണം മോനെ, കരയാതെ. മമ്മി വാങ്ങിച്ചു തരാം KFC. പിന്നെ ഒന്ന് കേൾക്കണേ, എനിക്ക് ആ ജയലക്ഷ്മിയിൽ ഒന്ന് കയറണമായിരുന്നു. 2 സാരി വാങ്ങണം കേട്ടോ. എന്റെ ഇടി നീ വാ. ഇന്ന് സാരിയും കൂലിയും ഒന്നും വേണ്ട. വാ, വേഗം വീട്ടിൽ പോ. എനിക്ക് ബാങ്കിൽ പോയി ആ ഡ്രാഫ്റ്റ് ഒക്കെ ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്യണം. പിന്നെ ബ്രോക്കർ ഒന്ന് കാണണം. നമ്മുടെ ആ റബ്ബർ എസ്റ്റേറ്റ് ഇല്ലേ, അത് ആ പൊട്ട കാനഡക്കാരന്റെ തലയെ കെട്ടി വെക്കണം. നീ ഒന്ന് വേഗം വാ. ഷോ, ഇനി എന്തൊക്കെയാണോ വേണ്ടത്? പാൻ കാർഡ്, ആധാർ കാർഡ്, റേഷൻ കാർഡ്, പാസ്പോർട്ട്. ഓ, എന്തൊക്കെ വേണമായിരിക്കൂ. എന്തോ ഒരു ഇടപാടാണ് ദൈവമേ ഇത്. അയ്യോ അയ്യോ, ആരുമില്ലേ എന്നെ ഒന്ന് സഹായിക്കാൻ? അയ്യോ, പാവ മനുഷ്യൻ. ചേട്ടാ, എന്തു പറ്റി? അയ്യോ, എന്തോ പറയാനാ മോളെ. ഒരു ബൈക്കുകാരൻ ഇടിച്ചിട്ട് പോയെന്ന. എഴുന്നേൽക്കാനും വയ്യ. എനിക്ക് കുറച്ച് വെള്ളം തരാമോ മോളെ? അയ്യോ, ചേട്ടന് വേണ്ടത് വെള്ളമല്ല, LICയിലെ ഒരു ജീവൻ മരണ പോളിസിയാണ്. ഇന്ന് ലാസ്റ്റ് ഡേറ്റാ. ഇന്ന് പ്രീമിയം അടിച്ചാൽ നാളെ മരിച്ചാലും ഫുൾ ക്യാഷ് കിട്ടും. ഒരു കളിപ്പീരുമില്ല. ഇതാ എന്റെ ഒരു കടുകൂടി ഇരിക്കട്ടെ. അയ്യോ, ദേ പോകുന്നു മത്തായി ചേട്ടൻ. ഒരു പോളിസി എടുക്കാമല്ലോ എന്ന് ഇന്നലെ പറഞ്ഞതാ. മത്തായി ചേട്ടാ, ഒന്ന് നീന്തേ. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ ഓക്കെ. പോളിസി എടുപ്പിക്കാൻ എന്റെ കയ്യിൽ നിന്നേ വാങ്ങാവൂ. ഫോൺ ചെയ്യാൻ മറക്കരുതേ. അയ്യോ ചേട്ടാ, എനിക്ക് മരിക്കേണ്ട ചേട്ടാ. കുറച്ചു നാളുകളോട് ജീവിക്കണം. അയ്യോ 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 മോനെ, കുട്ടാ, എന്തു പറ്റി? അയ്യോ, ഒരു ആക്സിഡന്റ് പറ്റിയത്. എന്നെ ഒന്ന് ആശുപത്രി വരെ കൊണ്ടുപോകാമോ ചേട്ടാ? റിപ്പോർട്ടേഴ്സ്, ഹേയ് ഹേയ്, ഇങ്ങോട്ടൊന്ന് വന്നേ. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രക്ഷേപണം ചെയ്തു. അയ്യോ കുട്ടാ, ആക്സിഡന്റ് ആണോ? ഓ ശരി. ഒരു കാര്യം മാത്രം, ഞങ്ങൾക്ക് വോട്ട് തരാമെങ്കിൽ തീർച്ചയായും ഞങ്ങൾ സഹായിക്കാം. ഞങ്ങളുടെ പാർട്ടിയും എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരും. പിന്നെ ഫ്രീ മെഡിക്കൽ കെയർ, ഫ്രീ ഫുഡ്, ജോലി എല്ലാം ഫ്രീ. ഞങ്ങൾക്ക് വോട്ട് തന്നാൽ മാത്രം മതി. മോനെ, ഇങ്ങോട്ടൊന്ന് ചരിഞ്ഞു കിടന്നേ. ഞങ്ങൾക്ക് നിന്റെ കൂടെ ഒരു സെൽഫി എടുക്കാൻ. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്. നോക്കൂ, അദ്ദേഹം ആ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ സഹായിക്കാനല്ല നോക്കുന്നത്. പകരം ഫേസ്ബുക്കിലും ട്വിറ്ററിലും തന്റെ പിക്ചർ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും വെറും പാഴ്വാക്കുകൾ കൊണ്ട് അയാളെ ആശ്വസിപ്പിക്കുകയും ചെയ്യാനാണ് ശ്രമിക്കുന്നത്. കണ്ടില്ലേ നമ്മുടെ നാടിന്റെ ഒരു ഗതി. നമ്മുടെ നാട് നന്നാവാനും ജനങ്ങൾ നന്നാവാനും റോഡുകൾ നന്നാവാനും ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുവാനും കേരളം ഇനി എത്ര നാൾ കാത്തിരിക്കണം? ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.
എന്നെ ഒന്ന് സഹായിക്കാൻ. അയ്യോ, check this out, dude. Scene ആണ് മച്ചു. Rocking accident. Helmet ഇട്ടാൽ this is what happens. എന്നാ വല്ലതും പറ്റിയോ ചേട്ടാ? അയ്യോ, എന്നെ ഒന്ന് ആശുപത്രി വരെ കൊണ്ടുപോകാമോ പിള്ളേരെ? Come guys, let's take a selfie together. ജീനു, ക്രിസ്റ്റീൻ, ഇത് നമുക്ക് ഫേസ്ബുക്കിൽ ഇടാം. ഒത്തിരി ലൈക്സ് കിട്ടും. സോഷ്യൽ മീഡിയയിൽ ഒത്തിരി വൈറലും ആയിക്കോളും. വേഗം വാ. നിങ്ങൾ ഈ കാണുന്നത് സ്വപ്നമല്ല, ഇതാണ് മാറ്റങ്ങളുടെ ഇന്ത്യ, യുവാക്കളുടെ ഇന്ത്യ, നിങ്ങളുടെ ഇന്ത്യ. ഇതാ നിങ്ങളുടെ സ്വന്തം നാടായ വയനാട്ടിൽ നിന്ന് ഏഷ്യാനെറ്റ്. അയ്യോ, ഒറ്റ മനുഷ്യൻ തിരിഞ്ഞു പോകാനും നോക്കുന്നില്ലല്ലോ. ഓ, ഞാനിവിടെ കിടന്ന് ചാകത്തേ ഉള്ളൂ. ആക്സിഡന്റ് ആയതാ, എനിക്കൊട്ടും വയ്യ. എന്നെ ഒന്ന് ആശുപത്രി വരെ കൊണ്ടുപോകാം. സ്തോത്രം സ്തോത്രം, ഇതെല്ലാം ബന്ധനമാണ്, പിശാചിന്റെ പോരാട്ടമാണ്. എടാ, നീ ആരാ? പറ, നീ ആരാന്നാ ചോദിച്ചത്? വിട്ടുപോ, ഇപ്പൊ തന്നെ പൊക്കോണം. ഓ ഓ, വിട്ടുപോ. ഞാൻ ശശിയാണ്, ശശി. ഓ, ഇത് ശരിയാകുന്ന കേസല്ല. അല്ലെങ്കിൽ നമുക്ക് ഈ പുള്ളിയെ കൺവെൻഷന് സാക്ഷിയായിട്ട് കൊണ്ടുപോകാമായിരുന്നു. നിങ്ങൾ വരിക, ഇന്ന് വൈകിട്ട് 7 മണിക്ക്. മറക്കാതെ എല്ലാവരും വരണേ. നിങ്ങളുടെ ഹൃദയങ്ങളെ കൊണ്ടുവരിക, നിങ്ങളുടെ പേഴ്സ്. ഹലോ ഹലോ, ആ ആ കിച്ചൺ ക്യാബിനറ്റോ? ആ, അത് 15 ലക്ഷത്തിന്റെ മതി. അയ്യോ അയ്യോ അയ്യോ, എന്തു പറ്റി? അയ്യോ, ആക്സിഡന്റ് ആയതാ, എനിക്ക് ഒട്ടും വയ്യ. എന്നെ ഒന്ന് ആശുപത്രി വരെ കൊണ്ടുപോകാമോ? എടാ, പാപത്തിന് കൊടുത്ത് വെള്ളം കൊടുത്തു. കേട്ടിട്ട് മൊബൈൽ ഇരുന്ന്. ഹലോ ഹലോ, ഇതാ ശശിയുടെ വീടല്ലേ? ശശിക്ക് ഒരു ആക്സിഡന്റ് പറ്റി. നിങ്ങൾ പെട്ടെന്ന് എത്തേറ്റം വരെ വരണം. 2 hours കഴിയുമ്പോഴേക്ക് ശശി മഷിയാണ്. ചേട്ടാ, എന്റെ വീട്ടിലേക്ക് പോ. കർത്താവേ, ശശിയേട്ടൻ എവിടുന്നാ ദേഷ്യം വാങ്ങിക്കുന്നേ? ഇതിവിടെ തീരുന്നില്ല, ഇവിടെയൊന്നും തീരത്തുമില്ല. ഒരുപാട് യവനക്കാർ ഇന്ന് ശത്രുവിന്റെ പിടിയിൽ അകപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ അടിമകളായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ വരവ് സമീപമായി. സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുകയും നമ്മൾക്ക് ആ നല്ല ശമരിയക്കാരനെ പോലെ ആയിത്തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മളെ